രണ്ടാമത് ഇനി എന്താ വേണ്ട, സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുക. ബെയറിഷിലേക്ക് നമ്മൾ എന്ത് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യും? ഞാൻ എന്താ ഓൾറെഡി ഡാബർ എന്ന് പറഞ്ഞ എക്സാമ്പിൾ പർപ്പസിലേക്ക് വേണ്ടി മാത്രമാണ് നമ്മളിത് അനാലിസിസ് പർപ്പസ് നടത്തി നിങ്ങൾക്കൊരു റെക്കമെൻഡേഷൻ തരാനല്ല, എക്സാമ്പിൾ പർപ്പസാണ്. എൻ്റെ വ്യൂ ബെയറിഷ് ആണെന്ന് ഞാൻ കൺഫേം ചെയ്തു. ഫസ്റ്റ് ആസ് എ ട്രേഡർ ഞാനത് കൺഫേം ചെയ്തു, 1 പോയിന്റ്. രണ്ടാമത് ഇനി എനിക്ക് എന്താ വേണ്ട, ഞാൻ എൻ്റെ വ്യൂ ബെയറിഷ് ആണ്, അതിലെനിക്ക് മാക്സിമൈസിങ് പ്രോഫിറ്റിലേക്ക് കൊണ്ടെത്തിക്കണം, മിനിമൈസ്ഡ് ക്യാപിറ്റൽ ഡിപ്ലോയ് ചെയ്യണം. എൻ്റെ പൈസ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക വളരെ കുറച്ചായിരിക്കണം. ഇനി സപ്പോസ് എഗൻസ്റ്റ് പോയി കഴിഞ്ഞാൽ എൻ്റെ ലോസ് പ്രിവെൻറ്റഡ് ആയിരിക്കണം. 3 കാര്യങ്ങൾ വേണം, നോട്ട് ചെയ്ത് വെച്ചോളൂ. അതിനെന്താ വേണ്ടത്? ആകെ ചെയ്യേണ്ടത്, ഞാനിവിടെ സ്ക്രിപ്റ്റ് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ ഞാൻ ഈ ഒരു സ്ക്രിപ്റ്റ് വന്നു, ഞാൻ സെലക്ട് ചെയ്തു. ഇപ്പോൾ ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള, ഈ സ്ക്രിപ്റ്റിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിലിപ്പോൾ നമുക്ക് നമ്മുടെ വ്യൂ എന്താണ്? ബുള്ളിഷ് ഉണ്ട്, ബെയറിഷ് ഉണ്ട്, നോൺ ഡയറക്ഷണലുണ്ട്. ഏത് സൈഡിലേക്ക് പോയാലും ലാഭം കിട്ടാനോ ഉള്ള സാധ്യത ഉള്ള സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. പക്ഷെ നമ്മുടെ ഇപ്പോൾ വ്യൂ ബെയറിഷ് ആണ്, പക്ക ബെയറിഷ് വ്യൂ ആണ്. അപ്പോൾ ബെയറിഷിനെ തന്നെ സെലക്ട് ചെയ്യുക. ഫസ്റ്റ് പുട്ട് റേഷ്യോ സ്പ്രെഡ് എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ 2 സ്ട്രൈക്കും എന്ത് തന്നെയായിരിക്കും? പുട്ട് തന്നെയായിരിക്കും. ഒരു സെൽ ലെഗും കാണും, ഒരു ബൈ ലെഗും കാണും. ഒന്നല്ല, അത് നമുക്ക് കാണാം എങ്ങനെയാണ്. അതിൽ തന്നെ നോക്കൂ, ഓരോ ഈ ഒരു സ്ട്രാറ്റജി ഓൾറെഡി ഇവിടെ ഡിഫൈൻ ആണ്, നമ്മളൊന്നും ചെയ്യേണ്ട കാര്യം. ഇതിനെന്താ അൺലിമിറ്റഡ് ലോസ് എന്ന് കാണിക്കുന്നു, അത് നിങ്ങൾ നോക്കുക വേണ്ട. അത് നമുക്ക് പേ ഓഫ് ഗ്രാഫിൽ പോകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. പ്രോഫിറ്റ് മാക്സ് ഈ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള മാക്സിമം പ്രോഫിറ്റ് ഈ ഒരു മാസത്തേക്കുള്ളതാണ്. ഫെബ്രുവരി മന്താണ്. നോക്കൂ, ഫെബ്രുവരി കണ്ടോ, മാക്സിമം ലാഭം 18,000 രൂപ കിട്ടാൻ സാധ്യതയുണ്ട്. ലോസ് ആണെങ്കിൽ അൺലിമിറ്റഡ് കാണിക്കുന്നുണ്ട്. നിങ്ങൾ അൺലിമിറ്റഡ് കണ്ട് പേടിക്കുക വേണ്ട. നമുക്കത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അടുത്ത് ഇനിയൊരു സ്ട്രാറ്റജി അതേ ഇതിൽ തന്നെ, പുട്ട് റേഷ്യോയിൽ തന്നെ വേറൊന്നും കൂടെ ഉണ്ട്. എത്രയാണ്? 19,000 കിട്ടാനുള്ള സാധ്യതയുണ്ട്. ചിലത് 20 കിട്ടാനുള്ളത്, ചിലത് 24 കിട്ടാൻ സാധ്യതയുണ്ട്, 31 ഉണ്ട്, 36 ഉണ്ട്, ഏറ്റവും അധികം 46,000 റുപ്പീസ് വരെ കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ളതിനെ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം. 46,000 റുപ്പീസ് കിട്ടാൻ സാധ്യതയുള്ള ഈ ഒരു സ്ട്രാറ്റജിയെ നമുക്ക് എങ്ങനെ വർക്കൗട്ട് ചെയ്യാം? ഇവിടെ ആദ്യം എന്ത് ചെയ്യുക? സ്ട്രാറ്റജി ബിൽഡറിലേക്ക് വരിക. ബിൽഡറിലേക്ക് വന്നിട്ട് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി ഇവിടെ കാണുന്ന സി ഇൻ ബിൽഡർ കണ്ടോ, ആദ്യം സ്ട്രൈറ്റ് അവേ എക്സിക്യൂട്ട് ചെയ്യാനല്ല പറയുന്നത്, സി ഇൻ ബിൽഡറിലേക്ക് പോവുക. സി ഇൻ ബിൽഡറിലേക്ക് പോകുമ്പോൾ ഇങ്ങനൊരു പേ ഓഫ് ഗ്രാഫ് കാണും. ഇപ്പോൾ ഇവിടെയാണ് പ്രൈസ് നിൽക്കുന്നത്, ഈ ഒരു ഏരിയയിലാണ്. കാരണം ഇവിടെ നോക്കൂ, ഇവിടെ ഒരു ബ്ലൂ ലൈൻ വരുന്നുണ്ടോ, അവിടെയാണ് ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത്. അവിടെ നിന്ന് താഴ്പോട്ടേക്ക് വരികയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കൂടി വരാനും. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.